ശരിക്കും 3 ബീച്ചിൻ്റെ ഏരിയ കാണുന്നത് അല്ലേ. ഒന്ന് ഫസ്റ്റ് എന്നാ പറയുന്നത്, ഫസ്റ്റ് റോക്ക് ബീച്ച്, നമ്മൾ ഇന്നലെ കണ്ട റോക്ക് ബീച്ച്. പിന്നെ അപ്പുറം എന്താ സൈഡ് പറയുന്നത്, പോണ്ടി മറീന. അത് ബാക്ക് വാട്ടർ ഇരിക്കുന്ന ഏരിയ അല്ലേ, ബോട്ട് ഹൗസ്. ഓക്കെ, അത് ബാക്ക് വാട്ടറിൽ നിന്ന് വരുന്ന, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ഏരിയ ആണത്. പക്ഷെ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് വൈകിട്ടുണ്ട്, ഇരുടാണ്. പോണ്ടിച്ചേരിയിലെ നൈറ്റ് വൈബ് ഒരു പ്രത്യേക ത്രില്ല് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് ഈ നൈറ്റ് വൈബിനെ കുറിച്ച് കൂടുതൽ അറിയുക ശരിക്കും. ഒരു പാരീസ് ടവറിൻ്റെ ഒരു ചെറിയ സാധനം ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഫുഡ് കോർട്ടാണ്. നമ്മളെ മറീന, പോണ്ടി മറീന ബീച്ചുള്ള ബീച്ചിൻ്റെ അടുത്ത് അവിടെ കണ്ടത് ഒരു ഫാമിലിയൊക്കെ ഫുഡ് കഴിക്കുന്നൊരു ഇതാണ് കാണുന്നത്, ദൃശ്യങ്ങൾ കാണുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഒരു സീറ്റും കൂടി ഉണ്ട് അല്ലേ, 1 സീറ്റ് എനിക്ക് ഒരു ഫാമിലിയിലെ. അപ്പോൾ ഞാൻ അത് പിടിച്ചാൽ പിടിച്ചത്. അത് പ്രത്യേകം എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അവർക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇത് കിട്ടുള്ളൂ. പിന്നെ അവിടെ കുട്ടികളുടെ പിന്നെ കുറച്ച് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ കുറച്ച് കറങ്ങുന്ന എന്തൊക്കെയോ കറങ്ങുന്നതിൻ്റെ പേര് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് ഗവൺമെൻറ് പദ്ധതി. ഇതൊരു ഓപ്പൺ ബീച്ചാണ് ശരിക്കും, പക്ഷേ ഓപ്പൺ ബീച്ചല്ല, ഓപ്പൺ ഏരിയയാണ്. 4 years അല്ലേ. ഓക്കെ, പോയിട്ടാണ് കിഡ്സ് தான் ஓடுற பெரிய ஓட்டிருக்காங்கல்ல, ஓப்பன் ஏரியானால. ഞങ്ങൾ പോണ്ടിച്ചേരിയിലൊരു തെരുവ് കൂടെ പോവുകയാണ്. വഴി അറിയില്ല, വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് കയറി വെക്കുക, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വെച്ചിട്ട്. ഞങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനെ ചെറിയൊരു ഇങ്ങോട്ട് വഴികൾ കേട്ടോ, അധികം വലിയ വണ്ടികളൊന്നും പോകില്ല, ബൈക്ക് അങ്ങനത്തെ വണ്ടികളൊക്കെ പോകുള്ളൂ കൂടുതലായിട്ട്. എന്താ സൈഡ് തെറ്റുണ്ട്, ഒന്നും തെരിയ മാട്ടിക്കുന്നില്ല. എന്താ കോവിലാ, എന്നാ കോവിലത്? ഞങ്ങളവിടെ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ തെറ്റി. അടിപൊളി അമ്പലം കേട്ടോ, പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ഒരു സമയത്ത് വന്നിട്ട് എന്നാ കോവിലത് ആക്ച്വലി. ഓ, ഇത് മേലല്ല, അമ്മൻ കോവിലാ? ബ്ലോക്കിൽ കുടുങ്ങി കഴിച്ചു, നല്ല ബ്ലോക്ക്, ഹെവി ബ്ലോക്ക്. ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്, അപ്പോൾ അവിടെയാണ്, അവിടുന്ന് ചായ കുടിക്കാൻ. ഇതൊക്കെ ഈ ഒരു ഏരിയയൊക്കെ ഫ്രഞ്ച് കോളനിയാണ്, വൈറ്റ് ടൗണ്, അതായത് ബിൽഡിങ്ങൊക്കെ ഫുള്ള് വൈറ്റ് ആയിട്ടൊക്കെ ആണ് ഫുള്ള്. ഇതിൻ്റെ ഒരേ യൂണിഫോമിറ്റി ആയിരിക്കും ഇവിടെ. എന്ത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും, കളറിങ് ആയാലും ശരി, മറ്റുള്ള ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ആയാലും ശരി, എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക.
ഫുൾ കഴിച്ചാ ചായക്ക് ഫുൾ കഴിച്ചാ കാശ് വന്നോ? ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ആ കാണുന്ന ബിൽഡിംഗ് എല്ലാം അതൊരു സ്ട്രക്ചറിലുള്ള ബിൽഡിങ്ങാണ്. അതിൻ്റെ നേരെ ഇപ്പുറത്തുമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ കാണുന്നത്, പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെ അതേ ഒരു ടൈപ്പ് സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെ ഞാൻ ആ ഒരു മരങ്ങളിലോട്ട് വ്യൂ കിട്ടുന്നില്ല. ഇവിടെയൊക്കെ ഇല്ല SBI കറൻസിയാ பார்க்கும்போது இங்கே இதெல்லாம் அந்த சிலை செய்கிற இடம் இருக்கு. நிறைய கூட்டம் இருக்குதுன்னா பிரியாணி வீடா காமாட்சின்னா ഹോട്ടലാ? ഇറങ്ങിട്ട് ഞാൻ ഒരു ഫ്രഞ്ച് സ്റ്റൈലുള്ളൊരു വീടാണത്. പക്ഷെ എന്ത് ഭംഗിയാണുള്ളത്. പക്ഷെ ഇപ്പോൾ അത് ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെയാണ് ആയിട്ടാണുള്ളത്. ഇതൊക്കെ ഫ്രഞ്ച് രീതിയിലുള്ള ബിൽഡിങ്ങിൽ വരുന്നത് തന്നെയാണ്. കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെപ്പോഴും ഈ ഒരു വൈറ്റ് ടൗൺ അല്ലെങ്കിൽ വൈറ്റ് കോളനി, ഫ്രഞ്ച് കോളനി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഒരേ കളർ ഫോർമാറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവും. കൂടുതലുള്ളത് വൈറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് വൈറ്റ്. പിന്നെ ചിലതൊക്കെ അന്നത്തെ കാലത്തിന് മറ്റേ കുറേ ആളുകൾ ഏറ്റെടുത്തപ്പോൾ ചിലതൊക്കെ ഹോട്ടൽ, റൂംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളർ ചേഞ്ചസ്. ആ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഏകദേശം അറിയാൻ പറ്റും. പിന്നെ പഴയ കാലത്ത് ജനലിൻ്റെ കണ്ടില്ലേ, ഈ ഒരു വിൻഡോൻ്റെ, ഇതൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു സ്റ്റൈൽ തന്നെയാണത്. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങൊക്കെ നോർമലി ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ പുതിയ ബിൽഡിംഗ് കിട്ടുകയാണെങ്കിൽ പഴയ ഒരു ഫ്രഞ്ച് സ്റ്റൈലിന് മുൻപ് എന്താണ് ഉണ്ടായിരുന്നത് അതേ ഒരു മെത്തേഡിൽ, അതേ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കിട്ടുക. പുതിയതായിട്ടല്ല, പഴയ ഓൾഡ് സ്റ്റൈൽ തന്നെ ആയിട്ടാണ് കിട്ടുന്നത്. കണ്ടില്ല, അതിൻ്റെ മുകളിൽ ശരിക്കും വുഡാണ്, ശരിക്കും വുഡും പിന്നെ ഇരുമ്പിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. நம்மளுக்கு என்ன தெரியுமா, இதெல்லாம் அந்த இல்லை ஓ இது ஆமாம் அந்த காலத்தில் இருந்தால் அது இந்த மாதிரி வந்து நாம இப்போ கட்ட மாட்டாங்கல்ல. இதான் நான் பார்த்தேன். பப்பா போய் பார்க்கலாம். ஜஸ்ட்டு என்னென்ன டிக்கெட் இருக்குல்ல, என்ன எவ்வளோ டிக்கெட் இருக்குல்ல.
Back side.